എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളുള്ളത് റോയൽ ഡ്രൈവിലാണ്. റോയൽ ഡ്രൈവിൽ നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു വലിയ സ്വപ്നത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാവാം എന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കാർ ഹണ്ട് സീസൺ 1 സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ലക്ഷറി ഡീലേഴ്സായിട്ടുള്ള റോയൽ ഡ്രൈവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുള്ളത് റോയൽ ഡ്രൈവിൻ്റെ ഏറ്റവും പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള കൊച്ചി ഷോറൂമിനകത്താണ്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു നമ്മളുടെ ഒരു വലിയ യാത്ര അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ സ്വപ്നം ആരംഭിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് നമ്മുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അത് ചില ആളുകളോട്ട് നമ്മൾ സംവദിച്ചു. അതുപോലെ തന്നെ റോയൽ ഡ്രൈവുമായിട്ടും നമ്മൾ ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മറുത്തൊന്നും പറയാതെ അത് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പ് നൽകിയ ആളാണ് റോയൽ ഡ്രൈവിൻ്റെ MD നമ്മുടെ മുജീബ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇവൻറ്റ് റോയൽ ഡ്രൈവാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളുടെ ആദ്യത്തെ അധ്യായം ആരംഭിക്കാം എന്ന് വിചാരിച്ചു. എല്ലാ കൂട്ടുകാർക്കും കാർ ഹണ്ടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ ആദ്യ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളുടെ ഈ ഒരു യാത്രയുടെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള റോയൽ ഡ്രൈവിൻ്റെ മാനേജിംഗ് ഡയറക്ടർ മുജീബ് നമ്മളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഇക്കാന്നാട്ട് വിളിക്കാറുള്ളത്, അതുകൊണ്ടാണ് ഇനി അറിയാത്തവർക്ക് ബഹുമാനത്തോടെ വിളിക്കുന്നൊരു പേരാണ്. അപ്പം ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് സംരംഭം അത് ആദ്യം തന്നെ വന്ന് പറഞ്ഞ സമയത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് ഒറ്റയടിക്ക് യെസ് പറയുകയും നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു തന്നു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് നമുക്കത് ചെയ്യാം എന്നുള്ളൊരു ഇത് പറയാണ്ടായ കാരണം? ഞാൻ നജീബിൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നജീബിൻ്റെ ആക്ടിവിറ്റീസ് വളരെ ഉത്സാഹപൂർവ്വം തുടക്കം തൊട്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ വീഡിയോയുടെ എൻഡ് വരെ കാണുന്ന ഒരാളാണ്. താങ്ക് യു. അപ്പോൾ നജീബ് അതിൽ ചെയ്യുന്നൊരു എഫേർട്ടുണ്ട്. ആ എഫേർട്ടാണ് ഞാൻ ആദ്യം കണ്ടത്. ഒരു കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ അതിനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഭംഗിയിൽ അതിനെ അവതരിപ്പിക്കാൻ നജീബ് നടത്തുന്ന പ്രയത്നങ്ങൾ, ആ ഫ്ലൈറ്റിനെ കുറിച്ചൊക്കെ അന്ന് പറഞ്ഞതും അതുപോലെ വ്യത്യസ്തമായ പല തീമിലും ഇതിനെ അവതരിപ്പിക്കുമ്പോഴും പലരും കോപ്പി പേസ്റ്റ് എന്നുള്ള ലോകത്ത് അതിന് വ്യത്യസ്തനായി ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് നജീബിനോട് എനിക്ക് ഒരു ആകർഷണം തോന്നാൻ കാരണം. അതിലപ്പുറം ഇതിൻ്റെ ഒരു സാധ്യത, ഞാനും ഒരു വാഹനത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ നമ്മളൊക്കെ ഉള്ളിൽ ഈ ഒരു തീമൊക്കെ വരാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ പോലുള്ള ഇത്തരം വാഹനങ്ങൾ കണ്ടതും അല്ലെങ്കിൽ കാണാൻ ഭാഗ്യം കിട്ടിയതുമാണ്. അപ്പോൾ കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക് വിദേശത്തൊക്കെ നമ്മളെ നാട്ടിൽ വരാത്ത ഒരുപാട് കാറുകളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ആ കാറിൻ്റെ മോഡൽ പോലും ഇല്ലാത്ത ഒരുപാട് കാറുകളുണ്ട്. ഇതിനെ കേരളക്കാർക്ക് വേണ്ടി മലയാളത്തിലൊരു യൂട്യൂബ് ചാനൽ എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് ഇത് നജീബിൻ്റെ കാർ ഹണ്ട് 1ാം സീരീസാണ്. ഇതിൻ്റെ ഒരു 100ാം സീരീസ് വരെ ഞാൻ കൂടെ ഒരു സ്പോൺസറായി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അല്ല, അത്രയും ഇതിൻ്റെ ആ ഒരു, അതായത് ഇതിലൊരു ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊന്നുമല്ല, അതിലപ്പുറം ഇതൊക്കെ എത്തിക്കാനുള്ളൊരു എന്താ പറയുക, ആ ഒരു വ്യത്യസ്തത തിരഞ്ഞെടുത്തതാണ് റോയൽ ഡ്രൈവും അതിൻ്റെ പാർട്ടാകാൻ വേണ്ടി തയ്യാറായത്. ഇതാണ് അതിനെക്കുറിച്ച് ചുരുക്കത്തിലുള്ള കാര്യം. താങ്ക് യു സോ മച്ച്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വന്ന സമയത്ത് ഞാൻ ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഷെബീബ് ബ്രോയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഷെബീബ് ബ്രോ ആണ് റോയൽ ഡ്രൈവുമായിട്ട് കണക്ട് ആയത്. അപ്പം താങ്ക് യു ഷെബീബ് ബ്രോ. പിന്നെ നമ്മുടെ ബാലുസാറുണ്ട് നമ്മുടെ കൂടെ. ബാലുസാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും എനിക്കൊരു വലിയ ഇൻട്രോ പറയേണ്ടതുണ്ട്. കാരണം നമ്മുടെ ചാനലിൻ്റെ യാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വഴിത്തിരിവായിട്ടുണ്ട്. ചില ആളുകളെ കണ്ടുമുട്ടിയത്, ചില യാത്രകൾ, അതുപോലെ ചില വാഹനങ്ങൾ ഒക്കെ. അപ്പം അതിൽപ്പെട്ട ഒരാളാണ് ബാലുസാറിന് എനിക്ക് ഫോക്സ് വാഗണിൽ സാറ് വർക്ക് ചെയ്യുന്ന കാലഘട്ടം മുതൽ അറിയാം. അതിനുശേഷം സാറ് ഒരു വലിയ പ്രൊഫൈലാണ്, MGയിലേക്ക് മാറി. MGയിൽ നിന്ന് ഇപ്പോൾ റോയൽ ഡ്രൈവിൽ എത്തി നിൽക്കുന്നു. അപ്പം എൻ്റെ ചാനലിൻ്റെ തുടക്കം മുതൽ, അതായത് വളരെ കുറഞ്ഞ 20,000 സബ്സ്ക്രൈബേഴ്സുള്ള കാലത്താണ് ഞാൻ ആദ്യമായിട്ട് ബാലുസാറിനെ കാണുന്നത്. അതുകൊണ്ട് ഈ ചാനലിൻ്റെ ഗ്രോത്ത് നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. സാർ, എന്ത് തോന്നുന്നു നമ്മളുടെ ഒരു കാർ ഹണ്ടിനെ കുറിച്ച് പറയുമ്പോൾ? ഞാൻ MD പറഞ്ഞ പോലെ തന്നെ ഇതുവരെ ആരും ചെയ്യാത്തൊരു കോണ്ടൻ്റാണ്. അപ്പോൾ അത് പിന്നെ വളരെ ഭംഗിയായിട്ട് നജീബിന് ചെയ്യാൻ പറ്റും എന്നുള്ളത് നജീബിൻ്റെ ഈ ഒരു കാലയളവിൽ നജീബ് തെളിയിച്ചതാണ്. പക്ഷെ അത് ഇനി പ്രാർത്ഥനയുണ്ട്, എങ്ങനെ ആവുമെന്ന് ഇപ്പോഴും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. ഇപ്പം നമ്മളെല്ലാവരും നമ്മളുടെ സ്കില്ലും ഹാർഡ് വർക്കും കൊണ്ടാണ് എല്ലാവരും ഒരു നിലയിലെത്തുന്നത്. അപ്പം നജീബിൻ്റെ ഏറ്റവും പുതിയ ഈ ഒരു സംരംഭവും വലിയൊരു സക്സസ് ആവട്ടെ. അതേ ആ ഒരു സക്സസ്സിൽ നമ്മൾ റോയൽ ഡ്രൈവ് ഒരു പാർട്ടാവണം. സോ വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് രണ്ടാൾക്കും. അപ്പോൾ ഇനി ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്.
ഇവിടെ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ആവാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. ഇനി ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാർ കൂടി ഉണ്ട്. അവരാരൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് പോകണം. അവർ നമ്മളെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് പറയാം. അവളെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. മുജീബ്ക്കാണ് ഡ്രൈവിംഗ് സീറ്റിൽ. മുജീബ്ക്ക, വോൾവോ XC90. ശരിക്കും ഓൺ റോഡ് പ്രൈസ് ഏകദേശം 1,20,00,000 അല്ലേ? ഇല്ല, 1,10. ആ ഓക്കെ. ഇപ്പം റോയൽ ഡ്രൈവ് എത്രയൊക്കെ കൊടുക്കുന്നത്? റോയൽ ഡ്രൈവ് ഇത് കൊടുക്കുന്നത് 50 ലക്ഷം രൂപയ്ക്ക്. അടിപൊളി. ഇടയ്ക്കൊരു പ്രൊമോഷൻ കിട്ടിയത്. ശരിക്കും മുജീബ്ക്ക ശരിക്കും ഈ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടില്ലേ? അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇന്ത്യയിലെ ഡ്രൈവിംഗ് സംസ്കാരവും വിദേശത്തെ ഡ്രൈവിംഗ് സംസ്കാരത്തെ ഒന്ന് പെട്ടെന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ എന്താ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്? വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിൽ ഈ ഹോൺ എന്നുള്ളത് തീരെ ഉപയോഗിക്കുന്നില്ല. അവിടെ ഹോൺ ആവശ്യമില്ലല്ലേ? അവിടെ ഹോണ് അതേപോലെ റോഡുകളിൽ ബ്രേക്കിന്റെ ആവശ്യമില്ല. കാരണം ഒരു വഴികളെല്ലാം ഓൾറെഡി അവിടുത്തെ ആ റോഡ് അതോറിറ്റിന്റെ നല്ല ലൈറ്റിലാണ്. സ്ട്രീറ്റ് ലൈറ്റ് നല്ല. അത് ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ട് മുജീബ്ക്ക, 2 സൈഡിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവാറുണ്ട്. അതെ. ഇവിടെ നമ്മൾ ഒരു സൈഡിൽ സെന്ററിൽ മാത്രം. നമ്മളെ വണ്ടിക്ക് ഒരു പാർക്ക് ലൈറ്റ് ഇടുകയാണെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം. രണ്ടാമത് ഹൈ ബീം എന്നുള്ള ഒരു ഓപ്ഷന്റെ ആവശ്യമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റില് ബ്രൈറ്റ് വരാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. ഓട്ടോ ഹെഡ്ലൈറ്റ് ആണെങ്കിലേ അങ്ങനെയുള്ള സാഹചര്യം അവിടെ ഇല്ല. ശരിയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഭയങ്കര എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണമാണ് റോട്ടിൽ. ഞാൻ കണ്ടത് എനിക്ക് മനസ്സിലായത്, ഇവിടെ ഇപ്പൊ നമ്മളൊരു റാഷ് ഡ്രൈവ് ചെയ്യുന്ന ആളെ നമ്മളൊരു ഹീറോ പരിവേഷാണ്. മീശ മാധവില് കള്ളന് ഹീറോയിസ് ഉള്ള പോലെ നമ്മുടെ റോട്ടില് റാഷ് ഡ്രൈവ് ചെയ്യുന്ന ആളെ ഒരു ഹീറോ ആയിട്ടാണ് മറ്റുള്ളവർ കാണുന്നത്, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം പുറത്തെ രാജ്യങ്ങളിൽ ഒരു റാഷ് ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ഒരു സംസ്കാരമില്ലാത്ത ആളായിട്ടാണ് ആ നാട്ടുകാർ കാണുന്നത്. പക്ഷെ അതിലുള്ള ഏരിയകളിൽ ചെയ്യാൻ കുഴപ്പമില്ല. അതിൽ ഏരിയ ചെയ്യാം. അവിടെ അങ്ങനെ ചെയ്യാറുള്ളത്. റോട്ടിൽ ആരും മാന്യമായ റോഡില് ട്രാക്ക് ഡിസിപ്ലിന് കീപ്പ് ചെയ്തിട്ട് ചെയ്യുള്ളൂ. അതുപോലെ പെഡസ്ട്രെയിനുള്ള നമ്മളിവിടെ ഇപ്പൊ പെഡസ്ട്രെയിൻ ലൈനിൽ നിന്നാലും ആരും വെയിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അതുപോലെ മോട്ടോർ വാഹന വകുപ്പും നല്ല രീതിയിൽ അത്തരം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് മുജീബ്ക്ക. അപ്പൊ എന്തായാലും ഞങ്ങൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങാണ്. അപ്പോൾ മുജീബ്ക്ക തൽക്കാലം നമ്മൾ വോൾവോ XC90 ആയിട്ട് പോവുകയാണ്. ഇനി നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെ പരിചയപ്പെടുത്താം. എന്താ കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ഹലോ, ഹായ് സാർ. നിയാസ്. എന്തൊക്കെയാണ്, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? ഒളിയല്ലേ? ഞങ്ങള് വഴി തെറ്റിയതോടെ നിങ്ങൾക്ക് ഉപകാരമായി. ടെർമിൽ താഴെ പോയേക്കണ്. ആരോ വിളിക്കാൻ പോയതാ. ഡൊമസ്റ്റിക് പോയി ഇപ്പൊ അങ്ങോട്ട് പോണോ. ഇതൊന്ന് പരിചയപ്പെടുത്തിട്ടുണ്ട്. ലേറാശിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വിളിച്ചിരുന്നട്ടോ, പക്ഷെ വന്നില്ല. ജാട നമ്മള് ചെറിയ യൂട്യൂബേഴ്സിന് കൂടെ പ്രൈവറ്റ് ജെറ്റ് വിളിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ദുബായിൽ വരും എന്ന് പറഞ്ഞിട്ട് വൺ ആൻഡ് ഓൺലി ഉബൈദ് ഇബ്രാഹിം. ഇൻട്രൊഡ്യൂസിങ് അനദർ വൺ. ഞാനാണ് അഫ്ലൽ. ശരിക്കും അഫ്ലൽ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. AF വേൾഡ്. പിന്നെ അപ്പൊ ശരിക്കും പറഞ്ഞാലേ നമ്മള് 5 ആൾക്കാരാണ് പോണേ. ഒരാൾ കൂടി ഞാൻ പോണില്ല. ആഷിക്ക് ശരിക്കും നമ്മളെ ഫ്രണ്ടാണ്. നമ്മളെ കൊടന്നാക്കി തരാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ നമ്മളെ ആഷിക്കും ലേറാശിനും നമ്മളിവിടെ വിടുകയാണ്. അതായത് ഇവിടെ കളഞ്ഞിട്ട് പോവാണ്. ബാക്കി നമ്മളിതാ 1 2 3 ന്യാസ് തിരക്കിലാണ്. അപ്പോൾ ശരിക്കും നമ്മൾ 5 ആളുകളാണ് ഈ യാത്ര പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു എക്സാമൊക്കെ എഴുതുന്നതിനേക്കാളും ടെൻഷനാണ്. ഇന്നലെ തുടങ്ങിയതാണ്. കാരണം വെച്ചാൽ ഒരു RT-PCR എടുക്കണം, അത് നെഗറ്റീവ് ആവണം. പിന്നെ ഇവിടെ വന്നിട്ട് PCR എടുക്കണം, അത് നെഗറ്റീവ് ആവണം. പിന്നെ അവിടെ പോയിട്ടൊരു PCR എടുക്കണം, അത് നെഗറ്റീവ്. എന്നാലൊക്കെ നമുക്ക് ദുബായിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എപ്പോൾ പൊട്ടൊന്നും ഒരു രക്ഷയില്ല, ഒന്നും പറയാൻ പറ്റില്ല. മാസ്ക് വെച്ചുകൊണ്ട് തന്നെ കേട്ടോ നടക്കുന്നത്. ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നേരെ എയർപോർട്ടിലേക്ക് പോകാം. ഒരു QR കോഡ് അവിടെ വെച്ചിട്ടുണ്ട്, അത് സ്കാൻ ചെയ്യാം. അങ്ങനെ ഇതേപോലെ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്തിട്ട് PCR ടെസ്റ്റിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത് വെയിറ്റ് ചെയ്യണം. മനസ്സിലാക്കാം. ആരെ വെയിറ്റിംഗ് റിസൾട്ടിന്? 38 വെയിറ്റിംഗ്. 38 40 എത്ര? 35 വെയിറ്റിംഗ്.
സ്കൂളിൽ നമ്പർ വിളിക്കണ വരെ ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ PCR ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അരമണിക്കൂർ കൊണ്ട് റിസൾട്ട് കിട്ടുന്ന പറഞ്ഞ് നമ്മളെ ഇവിടുത്തെ PCR ടെസ്റ്റ് കിട്ടിയില്ല. ഉബേദക്ക ഞാനൊരു സംശയം വെച്ചോട്ടെ, 10ാം ക്ലാസ് പരീക്ഷ റിസൾട്ട് കിട്ടുമ്പോൾ എത്ര ടെൻഷൻ അടിച്ചിട്ടാ? അതൊരു ഫീലാട്ടോ. പിന്നെ ഭയങ്കര എൻജോയ് ചെയ്താൽ മുഖം കണ്ടാരാ. പക്ഷേ ശരിക്കും പറഞ്ഞാലേ നല്ല ടെൻഷൻ ആട്ടോ. 2490 രൂപ ആണെങ്കിലും 5000 റുപ്യേൻ്റെ ടെൻഷൻ ഉണ്ട്. ഇത് കിട്ടോളൂ, ഇതെന്താവെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും സംഭവം കിട്ടി, ഞങ്ങൾ പോവാണ്. അതിൻ്റെ ഇടയിൽ രസകരമായിട്ടുള്ള സംഭവം കാണിച്ചിട്ടെ. ഇതാണ് ട്രോളി പാർക്കിംഗ് ഏരിയ. ഈ PCR ടെസ്റ്റിന് പോയ ആൾക്കാരെ മുഴുവൻ ട്രോളിയാണ്. അതിൻ്റെ ഇടയിൽ ഇനി നമ്മുടെ ട്രോളി എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വ്ളോഗ് പോലെ കാണാനുള്ളൂ കേട്ടോ, യാത്രയിലെ വിശേഷങ്ങളാണ്. അപ്പം ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഉള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കയറാണ്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതുപോലെ സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സും എമിഗ്രേഷനും കഴിഞ്ഞ് നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. 2490 രൂപ നമ്മൾ PCR ടെസ്റ്റിനാവും. അത് കഴിഞ്ഞിട്ടൊരു വലിയ ക്യൂ. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വന്നു. അതായത് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ചെറിയൊരു പ്രശ്നം ഫീൽ ചെയ്തപ്പോൾ പിന്നെ മാനുവൽ ചെക്കിങ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ട്, അതുപോലെ നമ്മളുടെ ഒരു തുടക്കം എന്നുള്ള തലത്തിലൊരു വ്ളോഗ് പോലെ ചെയ്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് വ്ളോഗ് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങോട്ട് കൈ നോക്കി എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോകൾ ശരിക്കും നമ്മളുടെ കണ്ടൻറ് റിലേറ്റഡ് ആയിട്ട് വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുകളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കം എന്നുള്ള രൂപത്തിൽ മാത്രം എല്ലാവരും എടുക്കുക. അടുത്ത വീഡിയോ നമുക്ക് വിമാനത്തിലെ കുറച്ച് രഹസ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണാം. റോയൽ ഡ്രൈവ് സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ കാർ ഹണ്ടിലെ 1ാമത്തെ വ്ളോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.